ശരിക്കും രേണു ചേച്ചിക്ക് ബ്രെസ്റ്റ് ക്യാൻസർ ആണോ? ഇനിയിപ്പോൾ എന്തുണ്ടായാലും ഇങ്ങനെ മുന്നോട്ട് പോവുക, സന്തോഷമായിട്ട് പോവുക. എനിക്ക് ചുറ്റും നല്ല ആളുകളുണ്ട്, അവർ പോസിറ്റീവ് എനർജി എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇപ്പം അസുഖത്തിൻ്റെ തന്നെയല്ല, നമ്മൾ എപ്പോഴും നല്ല മനസ്സോടുകൂടി ഇരിക്കുക, നന്നായിട്ട് മുന്നോട്ട് പോകുക. അതാണ് എന്നെ ഇപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്ന ശക്തി. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പം ഇതിനും മുന്നമേ ക്യാൻസറേക്കാളും വലിയ വിഷമായിട്ടുള്ള ജന്തുക്കളുടെ നെഗറ്റീവുകളുടെ വായിന്ന് കേട്ടവളാണ് ഞാൻ. ഇതിലും വലിയതല്ല ക്യാൻസർ, ഇതിലും വലിയതല്ല ക്യാൻസർ. അതൊരു രോഗമാണ്, അത് ആർക്കും എപ്പം വേണേലും വരാം. ആർക്കും വരുത്തരുതേ. ഇപ്പം എനിക്ക് വന്നാൽ തന്നെ ദൈവമേ ഇത് ആർക്കും വരുത്തരുതേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയാണ്. ദൈവം തരുവാണെങ്കിൽ ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുന്നത്. കാരണം ഇതിലും ഇവരിൻ്റെ വായിൽ നിന്ന് ഇനി കേൾക്കാൻ മടുത്ത്, നമ്മൾ മടുത്ത്. ഇനിയെങ്കിലും ഇനിയിപ്പം ക്യാൻസർ ആണെന്ന് അറിഞ്ഞാലെങ്കിലും ഇവരും ഉണ്ടായിരിക്കും. ഇനിയും വിറ്റ് കാശാക്കേണ്ട കാര്യം. ഇതാരാ ഇത് പുറത്ത് വിട്ടതാരാന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. എന്നെ വിടാതെ 1.5 വർഷമായിട്ട് എന്നെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്നത്, എന്നെ എൻ്റെ ഫാമിലിയെ വലിച്ച് പിച്ച് ചീന്തി സൈബർ ബുള്ളിങ് ഏറ്റവും കൂടുതൽ വാങ്ങിത്തരുന്ന കുറച്ച് യൂട്യൂബേഴ്സാണ് ഇത് പുറത്ത് വിട്ടത്. ഇതിനൊന്നും അടിസ്ഥാനരഹിതം. ഈ ലാസ്റ്റ് ഞാൻ കേട്ടത് ഏറ്റവും എനിക്ക് ജീവിതത്തെ അംഗീകരിക്കാൻ പറ്റാത്തതാണ് മനുഷ്യക്കടത്തിനത് കാണും. ആ പറയുന്നവരുടെ മൂന്തക്കുറ്റി നോക്കി അടിക്കാനല്ലേ തോന്നുന്നത്. അടുത്തത് എൻ്റെ കുഞ്ഞിൻ്റെ അപ്പം വേറെയാണ്. ഇതിലും വലുത് എന്താ എനിക്കറിയാം. ഇതിലും ഭേദമാണ് ക്യാൻസർ വന്ന. ഇത്രയും വലിയൊരു അസുഖം വന്നാലും വന്നില്ലേ, അതിങ്ങനെ പുറത്ത് വിടണമെങ്കിൽ അവരുടെ ഒരു അതിനെ വിറ്റ് കാശാക്കുന്ന ഈ സ്ത്രീയോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ അവന്മാരോട് എന്താണ് നമ്മൾ പറയേണ്ടത്? എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പറയും. അതെ, ഇവര് പറഞ്ഞിട്ടല്ല എൻ്റെ ഒരു കാര്യം അറിയേണ്ടത്. എന്തുവാകട്ടെ ഈ വൃത്തികെട്ട സ്ത്രീ തന്നെ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള കാര്യം ഇതിന് മുന്നേ ഞാൻ ഒരുപാട് മെഡിക്കൽ അലിഗേഷൻസ് ആയിട്ട് ഇവർ പുറത്ത് വന്നിട്ടുണ്ട്. അബോർഷൻ്റെ കേസ് കിട്ട് വരെ വന്നു. പറഞ്ഞിട്ട് വെറുതെ പറയുമല്ല, മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടല്ലേ ഈ കിടന്ന് പണയുന്നത്. അങ്ങനെ തന്നെ പറയും, പണയുന്നത് കാശിനല്ലേ. ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീയൊക്കെ, അവരുടെ പേര് പോലും പറയാൻ എനിക്ക് താല്പര്യം. ഈ സ്ത്രീയൊക്കെ 10-68 ലക്ഷം രൂപ എങ്ങാണ്ട് ഒപ്പിച്ചിട്ടുണ്ട് എൻ്റെ കാര്യം തന്നെ. ഒരുത്തൻ്റെ ഒരു വ്ലോഗ് നോക്കിയാൽ അവൻ എന്നെ കുറിച്ച് മാത്രമേ ഉള്ളൂ, 2-3 വേറെ ആരാനെ പറ്റി പറയുന്നു. ഈ രേണുസുതി എന്ന് പറഞ്ഞ് റീച്ച് ആയതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പം ഞാനൊരു ഇയാൾ ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ. എനിക്ക് എന്തെങ്കിലും വന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ഇവരെ എവിടെ കൊണ്ട് കണ്ടിട്ടുണ്ടാകും? പരിമലയുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലാണ് ഇപ്പം ചെക്കപ്പ് ചെയ്യാനായിട്ട് പോയത്. അപ്പം അത്രയും പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഈവൻ എന്ത് അസുഖമാണെങ്കിലും നമ്മൾ അത്ര പ്രൈവറ്റ് ആയിട്ട് പോയി ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെ ഇത് പുറത്തേക്ക് എത്തി? അല്ലെങ്കിൽ അത് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തുവാട്ടെ, ഞാനിപ്പോൾ ചിലപ്പോൾ ഒരു പനിക്കായിരിക്കും പോയത്, എന്തുവാട്ടെ ഏത് ആശുപത്രി പോയാലും പോയില്ലേലും അവിടുത്തെ നേഴ്സിൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടോ നീ റെക്കോർഡും കൂടെ എടുത്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് മെഡിക്കൽ എത്തിക്സിന് ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യമാണ് ഇവർ ഈ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെ ആശുപത്രി നടപടി സ്വീകരിച്ചേ പറ്റത്തുള്ളൂ, അവർ നല്ലവരാണെങ്കിൽ. അല്ലെങ്കിൽ വീണ്ടും അടുത്ത രോഗി എങ്ങനെ ഈ ആശുപത്രി പോകും? നിങ്ങൾ പറ. ചേച്ചിയുടെ വീട്ടുകാരും അമ്മയും അച്ഛനും ഒക്കെ എന്താ ചേച്ചിയോട് പറയുന്നത്? അവരെന്ത് പറയാനാണ്? അവരിതിലപ്പുറം കേൾക്കാൻ ഇനിയില്ല. ഒരു ഫാമിലി ആയിട്ട് ഇതിന് മാത്രം കുറ്റകൃത്യം ചെയ്യും. ഞങ്ങളൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണോ? ഈ ഇന്റർവ്യൂ കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ, ചിലപ്പോൾ അച്ഛനായിരിക്കും, അമ്മയായിരിക്കും, ഭർത്താവായിരിക്കും, മകൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ട്, അവർക്ക് അതിൻ്റെ വേദന. സാധാരണ ഇപ്പം ആൾക്കാരാണെങ്കിൽ ഇപ്പം ക്യാൻസർ അവളുടെ സന്തോഷമല്ലേ, അവൾ തുള്ളട്ടെ അല്ലെങ്കിൽ അവൾ ഡാൻസ് കളിക്കട്ടെ. ഇതങ്ങനല്ല. രേണുസുതിക്ക് ഇതാണ്. അവൾ എന്തിനാണ് പേക്കൂത്ത് കാണിക്കുന്നത്? അപ്പം രേണുസുതിക്ക് എന്ത് വന്നാലും വന്നില്ലെങ്കിൽ ഇത് പേക്കൂത്താകുന്ന എങ്ങനെയാണ്? രേണുസുതി എന്താണ് വ്യത്യസ്തപ്പെടുത്തുന്നത് ഇതിൽ നിന്ന്? ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ അത് വന്നാലും വന്നില്ലേലും ഞാൻ എങ്ങനെയാണോ അതേ ധൈര്യത്തോടെ അതേ മനക്കരത്തോടു കൂടി ഞാൻ പോകും. എൻ്റെ അപ്പനെയൊക്കെ പറയുന്നത് കേൾക്കണം. എനിക്കറിയില്ല ഇതെന്താണ്, എൻ്റെ തന്ത ആയതുകൊണ്ട് മാത്രം. ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് ഞാൻ അവിഹിതം, ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. എന്ത് വൃത്തികെട്ടെന്നല്ല, പൈശാചികരാണ് ഇവർ. ഞാൻ ആലോചിക്കുകയാണ്, ഇതിലും എത്രയോ ഭേദമാണ് ക്യാൻസർ വന്നത്. അതുപോലെ അത് കഴിഞ്ഞൊന്ന് വന്നാൽ ഇപ്പോൾ സബ്സ്ക്രിപ്ഷനിലാണ് ചേച്ചിയുടെ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. രേണുസുതി സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, അവിടെ അവർക്ക് കണ്ടന്റ്സും തുടങ്ങി. അത് കണ്ടന്റ്സ് ഭയങ്കര കണ്ടന്റ്സ് ആണ്, ഓട്ടുന്നുണ്ടല്ലോ നന്നായിട്ട്. വന്ന് ഇവന്മാരൊക്കെ സബ് ചെയ്യുന്നവരുണ്ട്, ഇവന്മാര് പൈസ കൊടുത്തിട്ട് സബിൽ ഇരുത്തിയ പിള്ളേരുണ്ട്, ഇപ്പം ലീക്കാക്കാൻ തന്നെ കയറിയിരിക്കുന്നവരും ഉണ്ട്. വരട്ടേന്നേ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം, രേണുസുതി മാത്രമാണോ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കിയത്? അല്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റോളാണ് മറിച്ചോളാണെന്ന് പറഞ്ഞവർ വരെ സബ് തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ ലീക്കാക്കുവോ? കാണാം ലീക്കാക്കുന്നത്. കുനയുടെ മാത്രം ലീക്കാക്കാൻ ഈ മണ്ടന്മാർക്ക് അറിയത്തുള്ളൂ. ഈ അത്ര നട്ടലില്ലാത്തവന്മാരാണ് ഇവന്മാർ. ആണുങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ചേച്ചി ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനൊരു പോരാളിയാണ്, അത് പതിയെ നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ള രീതിക്ക് ഒരു സ്റ്റോറി. തീർച്ചയായിട്ടും ഞാൻ പോരാളി തന്നെയല്ലേ. ഇത്രയും സൈബർ ബുള്ളിങ് ഏൽക്കുന്ന ഏത് സ്ത്രീയാണുള്ളത് ഈ സമൂഹത്തിൽ? ഒറ്റയ്ക്ക് നിന്ന് പൊരുതുമല്ലേ ഇത്രയും പേർക്ക്. ഞാനിപ്പോൾ ഓർക്കുന്നത്, എനിക്ക് വന്ന ഒരുപാട് സ്ത്രീകൾ, ഇതിന് മുന്നേ ഒരുപാട് സ്ത്രീകളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട്, എന്തുവാട്ടെ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യമായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഉള്ള സ്ത്രീകൾ ഇപ്പോഴും ഇല്ലേ? പക്ഷെ അവരെയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം എന്നെ ഇങ്ങനെ വിടാതെ പിന്തുടർന്ന കൊണ്ട് എനിക്കിട്ട് മാത്രമാണെന്ന് തോന്നി ഈ ഒരു പ്രശ്നങ്ങൾ മുഴുവൻ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ ആ ഒരു പോരാളിയായിട്ട് ഞാൻ നിന്നു. ഇന്ന് ഞാൻ മുന്നോട്ട് പോകുന്നില്ലേ? അതാവാൻ ഞാൻ ഉദ്ദേശിച്ചത്. എന്തുവാകട്ടെ, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ട് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു. ഇതിനെ വിറ്റ് കാശാക്കിയോ? വ്യൂസ് കയറിയോ? ആ കാശല്ലേ അവര് വിഴുങ്ങേണ്ടത്. ഇവര് മനസാക്ഷിയുള്ളവരാണെങ്കിൽ അങ്ങനെ അറിയുവാണെങ്കിൽ വന്ന് അവര് രേണുവിനെ വിറ്റിട്ട് ഞങ്ങൾ ഇത്ര ലക്ഷം രൂപ ഉണ്ടാക്കി, രേണു ഇന്ന ചികിത്സയ്ക്ക്, രേണുവിന് ക്യാൻസർ ആണോ ആണേനും അല്ലേലും ചികിത്സയ്ക്ക് ഉപയോഗിച്ചു. ഇവരതല്ലേ മനുഷ്യർ ചെയ്യേണ്ടത്. അപ്പൊ അതും വിറ്റ് കാശാക്കണം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം വണ്ണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് രേണു ചേച്ചി. സ്വാഗതം. സ്വാഗതം. കുറെ നാളായി നമ്മളിങ്ങനെ വീണ്ടും നേരിട്ട് കണ്ടിട്ട് അല്ലേ? അതെ. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? എങ്ങനെ പോകുന്നു ലൈഫ്? പുതിയ വിശേഷങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. എന്താ പറയാ, അതിന് നമ്മൾ കണ്ടതിന് ശേഷം ഒന്നും കൂടെ ബഹറിനെ പോയിട്ട് വന്നു. വീണ്ടും റാസൽ ഖൈമയിൽ പോയി. പിന്നെ കുറച്ച് ആൽബങ്ങൾ ഇറങ്ങി, ആൽബത്തിന്റെ വിവാദങ്ങൾ ഇറങ്ങി. പിന്നെ എന്തുവാ, എനിക്ക് തോന്നുന്നേ ലാസ്റ്റ് നമ്മൾ ഇന്റർവ്യൂ നടന്നത് ലാലേട്ടന്റെ മദർ മരിച്ച അന്നാണ്. അതിന് പോയപ്പോഴും കുറെ വിവാദങ്ങൾ ഇറങ്ങി. ഇപ്പം തന്നെ ഒരു ഷോർട്ട് ഫിലിം എത്തി നിൽക്കുന്നു. അതെ, പിന്നെ പല വിവാദങ്ങളുമായിട്ട് നിൽക്കുന്നു വീണ്ടും. അതെ, ഇതിന്റെ ഇടയിൽ എന്തോരം വിവാദങ്ങളാണ് ഉണ്ടായതെന്നാണ് പുറപ്പെട്ടത്. അതെ, സത്യം. അപ്പോ ഒരു സമയത്ത് രേണു ചേച്ചിന്റെ ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചറപറ വന്നുകൊണ്ടിരുന്ന ഒരു എല്ലാ ചാനലും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്ന് മെയിൻ സ്ട്രീമിന്റെ ഒരു 100 എണ്ണം ഇടുമ്പോൾ മറ്റുള്ളവരുടെ ചാനലിൽ 2 എണ്ണം ഇടും. അങ്ങനെയായിരുന്നു. പക്ഷെ ഈ പൊതുവെ ഇപ്പൊ ഭയങ്കര കുറവാണ്. അതെന്ത് പറ്റി ഇപ്പൊ ഇന്റർവ്യൂസ് കൊടുക്കുന്നില്ല? ഞാൻ സത്യം പറഞ്ഞ ഇന്റർവ്യൂസ് കൊടുക്കാത്തൊന്നുമല്ല. ഞാൻ ഒരു ബഹറിനെ പോയിട്ട് ഈ മാസമല്ലേ, ഇതിപ്പോ നമ്മൾ എനിക്കൊന്ന് മെയ് ആണെന്ന് തോന്നുന്നു, മാർച്ച് മാസം ഫുള്ളും ഞാൻ ബിസി എന്ന് പറഞ്ഞാൽ ഇനോഗ്രേഷൻസ് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയ സമയമാണ്. ബഹറിനും റാസൽ ഖൈമിലും. അതും അവിടെ എല്ലാം ബാർ റെസ്റ്റോറൻറ്റുകൾ, നാട്ടില് ഫുള്ള് ബ്യൂട്ടി പാർലറുകൾ, ജ്വല്ലറി വരെ ഞാൻ ലാസ്റ്റ് ഇനോഗ്രേഷൻ ചെയ്തു. അപ്പം ആ ഒരു തിരക്കും കാര്യങ്ങളും പ്രോഗ്രാംസുമായിട്ട് ഞാൻ നല്ല തിരക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ആൽബങ്ങൾ ഷൂട്ട്, ഒരു സിനിമയുടെ ഷൂട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് ഞാൻ ഇന്റർവ്യൂസ് അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു. ഇപ്പൊ ഈ ഒരു മെയ് മാസത്തിലാണ് ചെറുതായിട്ടൊന്ന് ഞാൻ വീട്ടിലൊന്ന് വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് കിട്ടിയത് നിങ്ങൾക്ക്. ഇപ്പോ ഈ ചേച്ചി പറഞ്ഞല്ലോ, ഒരുപാട് വിവാദങ്ങളും ഒരുപാട് കാര്യങ്ങളും രേണു സുധിയെ ചുറ്റിപ്പറ്റി കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ വന്ന ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രേണു ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്നൊരു കാര്യമാണ് കേൾക്കാൻ ഇടയായത്. ശരിക്കും രേണു ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണോ? ഇപ്പം ശരിക്കും ഇതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇത് പുറത്തു വിട്ടതാരാന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. എന്നെ വിടാതെ 1.5 വർഷമായിട്ട് എന്നെ വിടാതെ പിന്തുടരുന്ന കുറെ യൂട്യൂബേഴ്സ്, നെഗറ്റീവ് ഓളുകൾ, എനിക്ക് നെഗറ്റീവ് ഇടുന്ന കുറെ യൂട്യൂബേഴ്സ്. അതിൽ കൂടുതൽ ഞാൻ പറയാനുള്ളത്, എന്നെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്ന, എന്നെ നെഗറ്റീവ് പറഞ്ഞ്, പോസിറ്റീവ് അല്ല ഞാൻ ഉദ്ദേശിച്ചു, പോസിറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ട്, അവരുണ്ടാക്കട്ടെ, സന്തോഷം. ഈ നെഗറ്റീവ് പറഞ്ഞ് മാത്രം കാശ് ഉണ്ടാക്കി എന്നെ എൻ്റെ ഫാമിലിയെ വലിച്ച് പിച്ച് ചീന്തി സൈബർ ബുള്ളിങ് ഏറ്റവും കൂടുതൽ വാങ്ങിത്തരുന്ന കുറച്ച് യൂട്യൂബേഴ്സാണ് ഇത് പുറത്തു വിട്ടേക്കുന്നത്. അപ്പൊ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട അസുഖം തന്നെ, നമുക്ക് എന്തായാലും മരിച്ചു എന്ന് വെക്കാം നമുക്ക്. പക്ഷെ ഒരു ക്യാൻസർ പോലത്തെ വലിയൊരു മാരക അസുഖം തന്നെ അതിപ്പം എനിക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഞാനാണ് വെളിപ്പെടുത്തേണ്ടത്. ഉറപ്പായിട്ടും ഇങ്ങനെയുള്ളവർ എൻ്റെ പുറകെ വിടാതെ എൻ്റെ പുറകെ മണത്ത് നടക്കുന്ന കുറേ എണ്ണം. ഞാൻ എവിടെ പോകുന്നു, എന്തിനും അങ്ങ് പോവുക, കാർ എടുത്തോണ്ട് പോവുക എൻ്റെ പുറകെ. ഞാൻ അറിഞ്ഞതാണ് ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു. ഇപ്പം നമ്മൾ സ്ത്രീകൾ 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം. ബ്രസ്റ്റ് ക്യാൻസർ ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഞാനും അതുപോലെ ചെക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പോയി എന്തുവാട്ടെ, ഇപ്പം അങ്ങനെ എൻ്റെ പുറകെ നടന്ന് തെളിവുണ്ടാക്കി ഇങ്ങനെ ഈ സത്യവേദം ഇത് ഗൾഫിൽ നിന്നോ ദുബായിൽ നിന്ന് ഇത് ചെയ്തതാണെന്നും, ഇതൊക്കെ എന്ത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്നറിയോ ഇവർ ഈ പറയുന്നത്. ഒരു ഹോസ്പിറ്റലുകാരുടെയും എത്തിക്സിന് എതിരാണ് ആ ഹോസ്പിറ്റലുകാർ അവിടെ ചെയ്തെങ്കിൽ അത് ചെയ്തത്. ഇപ്പൊ എന്തുവാട്ടെ, ഇപ്പൊ ഒരു പനി വന്ന ഒരു രോഗിയുടെ പോലും അനുവാദമില്ലാതെ ഭർത്താവിനോട് പോലും പറയാൻ ഒരു ഡോക്ടർമാർക്കും ഒരു നേഴ്സുമാർക്കും ആർക്കും അധികാരമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പേഴ്സണൽ കാര്യമാണ് രോഗിയുടെ രോഗം.
ഇത്രയും വലിയൊരു അസുഖം വന്നാലും വന്നില്ലേ അതിങ്ങനെ പുറത്ത് വിടണമെങ്കിൽ അവരുടെ ഒരു ഇനിയിപ്പോൾ അറിഞ്ഞെന്ന് വെച്ചോ, ഇവരിത് അറിഞ്ഞു, എന്തേലും ആട്ടെ, അതിനെ വിറ്റ് കാശാക്കുന്ന ഈ സ്ത്രീയോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ അവന്മാരോട് എന്താണ് നമ്മൾ പറയേണ്ടത്? അതിനെ വിറ്റ് കാശാക്കിയോ, വ്യൂസ് കയറിയോ, ആ കാശല്ലേ അവര് വിഴുങ്ങേണ്ടത്. ഞാൻ എന്താ പറയണ്ടത്? നിങ്ങൾക്ക് അമ്മയ്ക്കറിയോ, ഇത് അറിഞ്ഞിട്ട് ഈ ഒരു യൂട്യൂബ് വീഡിയോ അറിഞ്ഞിട്ട് ഒരുപാട് നല്ല മനുഷ്യർ അവരെന്നെ വിളിച്ച് സങ്കടത്തോടെ സംസാരിച്ചു. ഞാൻ അവർക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്നിനും ഞാൻ പോയില്ല. നിങ്ങൾ വിഷമിക്കാതെ, ഞാൻ ഓക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പറയും. അതെ, ഇവര് പറഞ്ഞിട്ടല്ല എൻ്റെ ഒരു കാര്യം അറിയേണ്ടത്. എന്തുവാകട്ടെ ഈ വൃത്തികെട്ട സ്ത്രീ തന്നെ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള കാര്യം ഇതിനു മുന്നേ ഞാൻ ഒരുപാട് മെഡിക്കൽ അലിഗേഷൻസ് ആയിട്ട് ഇവര് പുറത്ത് വന്നിട്ടുണ്ട്. അബോർഷന്റെ കേസ് കേട്ട് വരെ വന്നിട്ടുണ്ട്. ഞാനൊരു യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട്, നമ്മളൊരു മനുഷ്യരാണ്, യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. ഇതും ഫോട്ടോ എടുത്ത് അവർക്ക് കൊടുത്ത് വിറ്റ് ക്യാഷ് ആക്കുന്നവരും എൻ്റെ കൂടെ, എൻ്റെ ചുറ്റിലും ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പൊ ഞാനൊരു മനുഷ്യനല്ലേ, എനിക്കൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. എനിക്കൊരു രോഗം വന്നാലും ഇവർക്ക് എന്താണെന്നേ, ഇവര് വിറ്റ് ക്യാഷ് ആക്കിയത് ആ കാശ് തരുമെന്ന് ഞാൻ പറയുന്നുണ്ടോ? പക്ഷെ ഇവർ അന്തസ്സുള്ളവരാണെങ്കിൽ, എന്നെ കുറെ പേര് വിറ്റ് ക്യാഷ് ആക്കുന്നുണ്ടല്ലോ, നെഗറ്റീവ് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ അസുഖം ഉണ്ടെങ്കിൽ അവര് നേരെ മനസാക്ഷിയുള്ള മനുഷ്യരാണെങ്കിൽ അവര് നേരെ എന്താ വന്ന് പറയേണ്ടത്? രേണു വിറ്റുണ്ടാക്കി കാശാ കേട്ടോ, രേണുവിന് അസുഖമെന്ന് അറിഞ്ഞു, സത്യമാണോന്ന് അറിയില്ല, ഇത് വെച്ചോ, ഇതല്ലേ പറയേണ്ടത്? അതും കൂടെ എടുത്ത് വലിയ രഹസ്യമാണെന്നോ എന്തോ വലിയ സംഭവം ഓർത്താ ഇതിങ്ങനെ വിറ്റഴിയുന്ന ഈ സംഭവം. ഞാൻ ഫോൺ തുറക്കാൻ പറ്റില്ല, ക്യാൻസർ രേണു സുധിക്ക് ക്യാൻസർ, എനിക്കറിയില്ല എന്തുവാന്ന്. എനിക്കിപ്പോ പറയാനുണ്ട്, ഞാൻ മുഖത്ത് നോക്കി എന്റെ പ്രേക്ഷകരോട് പറഞ്ഞിരിക്കും. അതെ, ഇത്രയും നാള് ക്യാമറയ്ക്ക് മുന്നിൽ വരാതിരുന്ന ആളൊന്നും അല്ലല്ലോ. ഞാൻ വരുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചാൽ അതിനകത്ത് അതിന്റെ അടിയിലെ കമന്റ്സ് ആണ് രസകരം. ഇവക്ക് ഇവിടെ ചുമ്മാ അടവ്. ഞാൻ ചോദിക്കട്ടെ പ്രേക്ഷകരെ, ഈ നെഗറ്റീവ് കമന്റ് ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ക്യാൻസർ ആണ്? അടവിന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇത് ഇവരല്ലേ പറയുന്നത്, ഞാനാണോ പറഞ്ഞത്? ഞാൻ എങ്ങും വന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പറയാൻ ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വന്ന് പറയും, മുഖത്ത് നോക്കി ഞാൻ പറയും. എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പറഞ്ഞിരിക്കും. ഇവര് പറഞ്ഞിട്ടാണോ ഇതെല്ലാം അറിയേണ്ടത്? അങ്ങനെ ആണെങ്കിൽ തന്നെ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലും ഞാൻ സഹിച്ചല്ലേ പറ്റത്തുള്ളൂ. എന്റെ കൂടെ ഇരുന്ന് ഇവർക്കൊക്കെ സഹിക്കാൻ പറ്റുമോ? ആർക്കും ഈ അസുഖം, ശത്രുക്കൾക്ക് പോലും ഇത് വരരുതെന്ന് മാത്രമേ എന്റെ പ്രാർത്ഥന. അതെ ചേച്ചി, ഇതുപോലെ ഈ ഒരു വീഡിയോസ് വന്നപ്പോൾ ഒരു പ്രതികരണത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ശത്രുക്കൾക്ക് പോലും ഈ ഒരു അവസ്ഥ വരരുതേ എന്നുള്ളത്. കാരണം അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ക്യാൻസർ. നമുക്കൊക്കെ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഈ ഇന്റർവ്യൂ കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഇതിന്റെ അനുഭവം ഉണ്ടെങ്കിൽ, ചിലപ്പോൾ അച്ഛനായിരിക്കും, അമ്മയായിരിക്കും, ഭർത്താവായിരിക്കും, മകൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അവർക്ക് അതിന്റെ വേദന മനസ്സിലാവും. എന്തുവാകട്ടെ അവർക്ക് അതിന്റെ വേദന മനസ്സിലാവും. സാധാരണ ഇപ്പം ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ക്യാൻസർ വന്നാൽ അവളുടെ സന്തോഷമല്ലേ, അവള് തുള്ളട്ടെ, അല്ലെങ്കിൽ അവള് ഡാൻസ് കളിക്കട്ടെ. ഇതങ്ങനല്ല. രേണുസുധിക്ക് ഇതാണ്, അവൾ എന്തിനാണ് പേക്കൂത്ത് കാണിക്കുന്നത്? അപ്പൊ രേണുസുധിക്ക് എന്ത് വന്നാലും വന്നില്ലല്ലോ, ഇത് പേക്കൂത്താകുന്നത് എങ്ങനെയാണ്? രേണുസുധി എന്താണ് വ്യത്യസ്തപ്പെടുത്തുന്നത് ഇതിൽ നിന്ന്? ഒരു കാര്യമുണ്ട്, ഇനിയിപ്പൊ അത് വന്നാലും വന്നില്ലേലും ഞാൻ എങ്ങനെയാണോ അതേ ധൈര്യത്തോടെ അതേ മനക്കരത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോകും. അതെ, എൻ്റെ കൂടെ ഇനിയിപ്പം ഉണ്ടേലും ഇല്ലേലും, ക്യാൻസർ ഉണ്ടേലും ഇല്ലേലും, ഞാൻ വീണ്ടും പറയാം, എനിക്ക് അത് ഉണ്ടേലും ഇല്ലേലും എൻ്റെ കൂടെ കുറച്ച് നല്ല ആൾക്കാർ എന്നെ ചേർത്ത് പിടിക്കാൻ ഉള്ളോടത്തോളം കാലം ഞാൻ മുന്നോട്ട് പോകും. ആ കോൺഫിഡൻസ് മതിയല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ ചേച്ചി പറഞ്ഞു, ഇപ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളുടെ അയൽവാസികളായാലും ബന്ധുക്കൾക്കും പലർക്കും ഇങ്ങനെ രോഗം വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അവർ എത്രത്തോളം സഹിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം, നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പം ഇതുപോലുള്ള അലിഗേഷൻസ് ചേച്ചിക്ക് നേരെ ഇങ്ങനെ ഒരുപാട് വരുമ്പോഴും, ആൾക്കാർ ഇതൊക്കെ പറയുമ്പോഴും, ഇതൊക്കെ എങ്ങനെയാ ചേച്ചി ഓവർകം ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പം ഞാൻ എന്താ പറയാ, കേട്ടപ്പം ഇതിനു മുന്നേ ഞാൻ ഇത്രേ ഓർത്തുള്ളൂ. ഇതിനു മുന്നമേ ക്യാൻസറിനെക്കാളും വലിയ വിഷമായിട്ടുള്ള ജന്തുക്കളുടെ വാക്ക് ഈ നെഗറ്റീവുകളുടെ വായിന്ന് കേട്ടവളാണ് ഞാൻ. അതെ അതെ, ഇതിലും വലുതല്ല ക്യാൻസർ. അതൊരു രോഗമാണ്. അത് ആർക്കും എപ്പം വേണേലും വരാം. ആർക്കും വരുത്തരുതേ. ഇപ്പൊ എനിക്ക് വന്നാൽ തന്നെ ദൈവമേ ഇത് ആർക്കും വരുത്തരുതേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയാണ്. കാരണം ഇത് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇത് കൊട്ടിക്കോശിച്ച് പറഞ്ഞ് നടക്കുന്നവരോട് അവര് മനുഷ്യരല്ല, അവര് പൈശാചികനാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. പൈശാചിക ചിന്തയായിട്ടുള്ള, കാരണം ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത്ര ദുരന്തമാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണത്, ഒരു രോഗമാണ്. അതിനെ പറഞ്ഞ് കൊട്ടിക്കോശിച്ച് നടക്കുന്നവരുടെ അടുത്ത് നമ്മൾ എന്താ പറയേണ്ടത്? ഇത് മനുഷ്യരല്ല, അവര് പൈശാചികരാണ്. അവരുടെ മനസ്സ് മുഴുവൻ
ബന്ധിക്കപ്പെട്ട മനസ്സാണ് എന്ന് ഞാൻ പറയും. എൻ്റെ അഭിപ്രായമാണ്. കാരണം സത്യമാണത്. ഈ കാണുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാവും. ഇപ്പോ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഒരുപാട് ചേച്ചി ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോ ചേച്ചിയുടെ വീട്ടുകാരും അമ്മയും അച്ഛനും ഒക്കെ എന്താ ചേച്ചിനോട് പറഞ്ഞത്? അവരെന്ത് പറയാനാണ്? അവര് ഇതിലപ്പുറം കേൾക്കാൻ ഇനി ഇല്ല. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരി ആയതുകൊണ്ട് പോട്ടെ, എൻ്റെ മാനേജർ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാനേജർ കരീഷ്മയും എന്തൊക്കെ കേൾക്കുന്നു. ഈ ഒരു സ്ത്രീയിൽ നിന്നും ആ സ്ത്രീയെ ചുറ്റിപ്പറ്റി കുറെ വ്ളോഗേഴ്സ് ഉണ്ട്, അവരിൽ നിന്നുമൊക്കെ എടുത്ത് എന്തൊക്കെ എന്നെ പറ്റി എൻ്റെ ഈ രേണു സുധിയുടെ ഈ ആൾക്കാരായതുകൊണ്ട് എൻ്റെ കുഞ്ഞു വരെ കേൾക്കുന്നില്ലേ, എന്തൊക്കെ കേൾക്കുന്നു. ഒരു ഫാമിലി ഇട്ട് ഇതിന് മാത്രം കുറ്റകൃത്യം ചെയ്യും. ഞങ്ങളൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണോ? അല്ല. ഞങ്ങളൊരു ക്രൈം ചെയ്യുന്ന ഫാമിലിയാണോ? അല്ല. അവർക്ക് പോലും ഇല്ല ഇത്ര അലിഗേഷൻസ്, ഇത്ര നിന്നാവാക്കുള്ളൂ. എൻ്റെ അപ്പനെയൊക്കെ പറയുന്നത് കേൾക്കണം. എനിക്കറിയില്ല ഇതെന്താണ്. എൻ്റെ തന്ത ആയതുകൊണ്ട് മാത്രം. എൻ്റെ അമ്മേനെ പറയുന്നത്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് ഞാൻ അവിഹിതം, ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. എന്ത് വൃത്തികെട്ടെന്നല്ല, പൈശാചികരാണ് ഇവര്. ഞാൻ ആലോചിക്കുവാണ്, ഇതിലും എത്രയോ ഭേദമാണ് ക്യാൻസർ വന്നത്. ഞാൻ ഇപ്പം അഥവാ ഉണ്ടെങ്കിൽ ദൈവം തരുവാണെങ്കിൽ ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. കാരണം ഇതിലും ഇവരുടെ വായിൽ നിന്ന് ഇനി കേൾക്കാൻ നമ്മൾ മടുത്ത്. ഇനിയിപ്പം ക്യാൻസർ ആണെന്ന് അറിഞ്ഞാലെങ്കിലും ഇവരും ഉണ്ടായിരിക്കത്തില്ലേ? ഇനിയും വിറ്റ് കാശാക്കേണ്ട കാര്യമുണ്ടോ? ഇവര് മനസാക്ഷി ഉള്ളവരാണെങ്കിൽ അങ്ങനെ അറിയുവാണെങ്കിൽ വന്ന് അവര് രേണുവിനെ വിറ്റിട്ട് ഞങ്ങൾ ഇത്ര ലക്ഷം രൂപ ഉണ്ടാക്കി, രേണു ഇന്ന ചികിത്സയ്ക്ക്, രേണുവിന് ക്യാൻസർ ആണേലും അല്ലേലും ചികിത്സയ്ക്ക് ഉപയോഗിച്ചോ. ഇവരതല്ലേ മനുഷ്യർ ചെയ്യേണ്ടത്? അപ്പോൾ അതും വിറ്റ് കാശാക്കുവാണ്. എൻ്റെ വീട്ടുകാരും എൻ്റെ മാനേജർ കരീഷ്മ, സത്യം പറഞ്ഞാൽ അവർ എൻ്റെ കൂടെ, സത്യം പറഞ്ഞാൽ എൻ്റെ ചേച്ചിയാണല്ലോ എൻ്റെ മാനേജർ. മാനേജർ എന്ന് ഞാൻ പറയുന്ന ഒഫീഷ്യലായിട്ട് പറഞ്ഞത്, അവരെൻ്റെ മാനേജർ തന്നെയാണ്. അതിലുപരി എൻ്റെ സഹോദരിയെ പോലെ തന്നെയാണ്, എൻ്റെ ഫ്രണ്ടാണ്. അവരൊക്കെ അവർ ഫാമിലി ആയിട്ട് കേട്ട് ഈ എൻ്റെ കൂടെ നിൽക്കുന്നതിന് അതിനൊന്നും ഒരു കയ്യും കണക്കുമില്ല. ഒരു സത്യമില്ലാത്ത കാര്യമാണ് ഈ കേൾക്കുന്നത്. നമ്മൾ ആരാണ് മനുഷ്യരെ പെർഫെക്റ്റ്? ഈ പറയുന്നവർ പെർഫെക്റ്റ് ആണോ? ഒരിക്കലും അല്ല. നമ്മുടെ ഫാമിലി ലൈഫിൽ ഒരുപാട് പോരായ്മകൾ കാണാം, നല്ലത് കാണാം. നമ്മൾ മനുഷ്യരാണ്, ദേവന്മാരൊന്നുമല്ല ആരും. അത് എന്നെ മാത്രം ചുറ്റിപ്പറ്റിയാണ് ഈ ആരോപണങ്ങൾ. പുറത്തേക്ക് പോകുന്ന കള്ളക്കടത്ത്, ഇങ്ങോട്ട് വരുന്ന സ്വർണം കൊണ്ടാണ്. ഇതിനൊന്നും അടിസ്ഥാനരഹിതം. ഈ ലാസ്റ്റ് ഞാൻ കേട്ടത് ഏറ്റവും എനിക്ക് ജീവിതത്തെ അംഗീകരിക്കാൻ പറ്റാത്തതാണ് മനുഷ്യക്കടത്തിനകത്ത് ഞാനുണ്ടെന്ന്. ആ പറയുന്നവരുടെ മോന്തക്കുറ്റി നോക്കി അടിക്കാനല്ലേ തോന്നുന്നത്? എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. അടിച്ച് കുറ്റങ്ങ് പറിക്കുക. അതിലും വലുത് കേൾക്കാൻ അടുത്തത് എൻ്റെ കുഞ്ഞിൻ്റെ അപ്പം വേറെയാണ്. ഇതിലും വലുത് എന്താ എനിക്ക്? ഇതിലും ഭേദമാണ് ക്യാൻസർ വന്ന. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് എനിക്കാണ് വരുന്നതെങ്കിൽ എനിക്ക് ശരിക്കും സഹിക്കാൻ പറ്റത്തില്ല. ഒരു സ്ത്രീക്കും അത് സഹിച്ച് നിന്നിങ്ങനെ കേട്ടുകൊണ്ട് നിന്ന് വീണ്ടും മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ കുറച്ച് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ചേച്ചി എത്രത്തോളം സഹിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ എങ്ങനെ ചേച്ചി ഹാൻഡിൽ ചെയ്യണം? ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ തളർന്നു കഴിഞ്ഞാൽ നമ്മൾ തീർന്നു പോകും. പിന്നെ നമ്മളെ ചവിട്ടി കയറാനേ ആൾക്കാർ കാണത്തുള്ളൂ. എന്തൊക്കെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, എൻ്റെ കൊച്ചിൻ്റെ അപ്പൻ സുധി അല്ലെന്ന് വരെ പറഞ്ഞു നടക്കുന്നവരില്ലേ? അതാരും ഒന്നും, ഞാനല്ലേ ഇതെല്ലാം എന്താ പറയാ, ഒറ്റയ്ക്ക് ഞാനല്ലേ ഇതെല്ലാം. എൻ്റെ കൂടെ കുറച്ച് പേരുള്ളത് കൊണ്ട്, അതായത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാമിലി, ചേച്ചി, മാനേജർ, കുറച്ച് പേര്, വിരലെണ്ണാന്ന കുറച്ച് ഫ്രണ്ട്സ്, ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്, ധൈര്യം തരാനുണ്ട്. പിന്നെ പറയുന്നവര് അതും പറഞ്ഞിട്ട് വെറുതെ പറയുമല്ല, മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടല്ലേ ഈ കിടന്ന് പണയുന്നത്. അങ്ങനെ തന്നെ പറയും, പണയുന്നത് കാശിനല്ലേ. ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീയൊക്കെ, അവരുടെ പേര് പോലും പറയാൻ എനിക്ക് താല്പര്യം. ഈ സ്ത്രീയൊക്കെ 10-68 ലക്ഷം രൂപ എങ്ങാണ്ട് ഒപ്പിച്ചിട്ടുണ്ട് എൻ്റെ കാര്യം തന്നെ. ഒരുത്തൻ്റെ ഒരു വ്ലോഗ് നോക്കിയാൽ അവൻ എന്നെ കുറിച്ച് മാത്രമേ ഉള്ളൂ, 2-3 വേറെ ആരാനെ പറ്റി പറയുന്നുണ്ട്. ഈ രേണു സുധി എന്ന് പറഞ്ഞ് റീച്ച് ആയണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പം ഞാനൊരു ഇയാൾ ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ. എനിക്ക് എന്തെങ്കിലും വന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ഇവരെ എവിടെ കൊണ്ട് കണ്ടന്റുണ്ടാക്കും? അപ്പം ഞാൻ എന്തായാലും മുന്നോട്ട്, ഇനിയിപ്പോൾ എന്തുണ്ടായാലും ഇങ്ങനെ മുന്നോട്ട് പോവുക, സന്തോഷമായിട്ട് പോവുക. എനിക്ക് ചുറ്റും നല്ല ആളുകളുണ്ട്, അവർ പോസിറ്റീവ് എനർജി എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ പ്രാർത്ഥന കാര്യങ്ങളായിട്ട് നമ്മളെല്ലാം, ഇപ്പം അസുഖത്തിൻ്റെ തന്നെയല്ല, നമ്മളെപ്പോഴും നല്ല മനസ്സോടുകൂടി ഇരിക്കുക, നന്നായിട്ട് മുന്നോട്ട് പോവുക. അതാണ് എന്നെ ഇപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്ന ശക്തി. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാവും, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരൊക്കെയാണ് കൂടെ ഉള്ളത്, ആരൊക്കെയാണ് കൂടെ നിൽക്കാത്തത്. ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ തൊട്ടടുത്തിരിക്കും, നമ്മുടെ തോളി കൈയിട്ട് നടക്കുന്ന ആൾ നമ്മുടെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ വന്ന് നിൽക്കുമ്പോൾ ചേച്ചിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. കാരണം സത്യമാണോ നുണയാണോ എന്ന് പോലും അറിയാഞ്ഞിട്ടും ഈ ഒരു അവസ്ഥ ഉണ്ടോ? ഒരുപാട് ഞാൻ വിരലെണ്ണാവുന്ന ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട്, അയ്യോ രേണു എന്താണ് നീ ഓക്കെ ആണെന്ന് പറയാം. ആ ഒരു മനസ്സുണ്ടല്ലോ, ആ കാണിച്ച മനസ്സ്, അതാണ് മനസ്സ്. അവരെന്റെ കൂടെ എന്നും കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. അല്ലാതെ ഇത് കേട്ടിട്ട് രേണു എങ്ങനെ ഉണ്ടടി നീ ഓക്കെ അല്ലേ, തിരിച്ചപ്പുറത്തോട് പോയിട്ട് ഹലോ അവക്കതാ, അയ്യോ അതാ തോന്നുന്നു കേട്ടോ, അവളതൊന്നും പറയത്തില്ല, അവളാരാ മോള്, ഇങ്ങനെ പറയുന്നത് എനിക്ക് വേണ്ടെന്നേ. എനിക്ക് പക്ഷെ ശരി ഏതാ തെറ്റാണെന്ന് ഓരോരുത്തരെ
സ്കാൻ ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ചേച്ചി ഒരു പരിമലയുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലാണ് ഇപ്പൊ ചെക്കപ്പ് ചെയ്യാനായിട്ട് പോയത്. അപ്പം അത്രയും പ്രൈവറ്റ് ആയിട്ട് നമ്മള് ഈവൻ എന്ത് അസുഖമാണെങ്കിലും നമ്മൾ അത്ര പ്രൈവറ്റ് ആയിട്ട് പോയി ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെ ഇത് പുറത്തേക്ക് എത്തി? അല്ലെങ്കിൽ അത് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തുവാട്ടെ, ഞാനിപ്പോ ചിലപ്പോ ഒരു പനിക്കായിരിക്കും പോയത്, എന്തുവാട്ടെ ഏത് ആശുപത്രി പോയാലും പോയില്ലേലും അവിടുത്തെ നേഴ്സിന്റെ സിസ്റ്റർ പറഞ്ഞിട്ടോ നീ റെക്കോർഡും കൂടെ എടുത്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് മെഡിക്കൽ എത്തിക്സിന് ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യമാണ് ഇവർ ഈ പറഞ്ഞത്. അതെന്തായാലും എന്നെ എന്താ പറയാ, അത് ഇപ്പൊ ഏത് ആശുപത്രിയാണല്ലോ, ഇപ്പൊ ഈ ആശുപത്രി ഇങ്ങനെ ചെയ്തെങ്കിൽ അത് ശക്തമായിട്ടുള്ള നടപടി എടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം മാത്രമല്ല, ഇനി ഏത് രോഗി ഇപ്പൊ ഞാൻ എന്റെ പോട്ടെ ഇപ്പം അബോർഷൻ ആക്കിയെന്ന് പറഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ പറഞ്ഞു നടന്നു. അന്നേരം ഒന്ന് എനിക്ക് ഓക്കെ ശരി പോട്ടെ, പക്ഷെ അന്നേരം ഒന്നും ഞാൻ മിണ്ടായിരുന്ന ഞാൻ അതിനുള്ള മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ ഇത് അതല്ല, അങ്ങനത്തെ ഒരു സംഭവം അല്ല ഈ വന്നേക്കുന്നത്. അതിന് വലിയ അലിഗേഷൻ ആണ് വന്നേക്കുന്നത്. ഏതൊരു രോഗിയും പ്രൈവസി ആഗ്രഹിച്ചായിരിക്കും ഹോസ്പിറ്റലിൽ പോകുന്നത്. പ്രൈവറ്റ് ആശുപത്രി നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്കറിയാം, നമ്മളൊക്കെ പോകുന്നതാണ്. പ്രൈവറ്റ് ആശുപത്രി ആകട്ടെ എന്തും ആകട്ടെ, നമ്മൾ പോയെങ്കിൽ അത് പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യം അത് ഇങ്ങനെ രേണുസുതി ആയതുകൊണ്ട് ഇത്ര ബോംബ് പോലെ പൊട്ടി തകർന്ന് ഈ വിറ്റ് കാശാക്കുന്ന ഇതൊക്കെ വെറും തരി. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെ ആ ആശുപത്രി നടപടി സ്വീകരിച്ചേ പറ്റത്തുള്ളൂ, അവർ നല്ലവരാണെങ്കിൽ. അല്ലെ വീണ്ടും അടുത്ത രോഗി എങ്ങനെ ഈ ആശുപത്രി പോകും? നിങ്ങൾ പറ, എങ്ങനെ പോയി രോഗി? എനിക്കറിയില്ല. ചേച്ചി ഇപ്പൊ അതിന് പിന്നാലെ തന്നെ ചേച്ചി ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനൊരു പോരാളിയാണ്, അത് പതിയെ നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ള രീതിക്ക് ഒരു സ്റ്റോറി. തീർച്ചയായിട്ടും ഞാൻ പോരാളി തന്നെയല്ലേ. ഇത്രയും സൈബർ ബുള്ളിങ് ഏൽക്കുന്ന ഏത് സ്ത്രീയാണുള്ളത് ഈ സമൂഹത്തിൽ? എന്തോ ആകട്ടെ, ഇപ്പൊ അസുഖത്തെ പറ്റി ആണേലും എന്താകട്ടെ, പോരാളി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒറ്റയ്ക്ക് നിന്ന് പൊരുതുമല്ലേ ഇത്രയും പേര്. ഞാനിപ്പോ ഓർക്കുന്നത്, എനിക്ക് വന്ന ഒരുപാട് സ്ത്രീകൾ, ഇതിനു മുന്നേ ഒരുപാട് സ്ത്രീകളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട്, എന്തുവാട്ടെ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യമായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. ഉള്ള സ്ത്രീകൾ ഇപ്പോഴും ഇല്ലേ? പക്ഷെ അവരെയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം എന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്ന കൊണ്ട് എനിക്കിട്ട് മാത്രമാണെന്ന് തോന്നി ഈ ഒരു പ്രശ്നങ്ങൾ മുഴുവൻ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം ആ ഒരു പോരാളിയായിട്ട് ഞാൻ നിന്നു. ഇന്ന് ഞാൻ മുന്നോട്ട് പോകുന്നില്ലേ? അതാവാൻ ഞാൻ ഉദ്ദേശിച്ചത്. എന്തുവാകട്ടെ, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ട് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞിരിക്കും. ശരിക്കും അങ്ങനെ ഒരു വാർത്ത ഞാനിങ്ങനെ യൂട്യൂബിൽ കാണുമ്പോഴും ചേച്ചിയുടെ സ്റ്റോറി കാണുമ്പോഴും ഒക്കെ ഞാൻ പെട്ടെന്ന് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. ലൈക്ക് നമ്മൾ എന്തോരം പ്രാവശ്യം ഒരുമിച്ചിരുന്നിട്ടുള്ളതാണ്, എനിക്ക് ഈവൻ ചോറ് വരെ വാരി തന്നിട്ടുള്ള ആളാണ്. അപ്പോൾ പെട്ടെന്ന് ഷോക്കിംഗ് ആയിട്ട് അയ്യോ അങ്ങനെയൊന്നും ഉണ്ടാവല്ലേ എന്നായിരുന്നു പ്രാർത്ഥിച്ചത്. എല്ലാവരും അങ്ങനെയാണ് പ്രാർത്ഥിക്കാറുള്ളത്. ഇപ്പൊ കേൾക്കുന്നവരെല്ലാം എന്നെ വിളിച്ചിട്ട് തന്നെ ഒരുപാട് സെലിബ്രിറ്റികളെ വിളിച്ചു, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരുപാട് സെലിബ്രിറ്റികൾ ഇപ്പൊ ബിഗ് ബോസിലാണേലും ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് എന്തായാലും രേണു എന്തുണ്ടേലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ അവര് ചോദിച്ചില്ല ഉണ്ടോ ഇല്ലയോ ഒന്നും ചോദിക്കുന്നില്ല. രേണു നീ ഓക്കെ അല്ലേ? ഓക്കെയാ എടി ഞങ്ങളുണ്ട് കേട്ടോ, നീ മുന്നോട്ട് പോവാ, ധൈര്യമായിട്ട് പോവാ, ഇത്രയും പറയുന്നുള്ളൂ എല്ലാവരും. അവർക്ക് വേണമെങ്കിൽ ഇതെല്ലാം വെച്ച് റെക്കോർഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കാമല്ലോ. അവർക്ക് അതിന്റെ ആവശ്യമില്ല. എന്നെ വിട്ടിട്ട് കാശുണ്ടാക്കുന്ന കാര്യമില്ല ഇവർക്ക്. ഇവരെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് പൂർണ്ണമായിട്ടും. ഇപ്പോ ചേച്ചി ഇപ്പോ ഇടയ്ക്ക് വിദേശത്തേക്ക് പോകുന്നുണ്ട്, അപ്പം വീണ്ടും പുറത്തേക്ക് പോവാനായിട്ട് ഇരിക്കുകയാണ്. പോണം. ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ ചേച്ചിയുടെ ഭാവിയെ ഇതാക്കുവോ? ഭാവി ഇതാക്കുമെന്ന് വെച്ചാൽ നമ്മളെല്ലാം സത്യം പറഞ്ഞ എല്ലാവരും പോകുന്നവരാണ്, പുറത്തോട്ട് ആവശ്യങ്ങൾക്കൊക്കെ പോകുന്നവരാണ്. പ്രോഗ്രാം ആണെങ്കിലും ഇപ്പൊ ചിലപ്പം ടൂറിനാണെങ്കിലൊക്കെ. പക്ഷെ ഞാൻ എപ്പോൾ പോരുവാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് എന്നെ ചുറ്റിപ്പറ്റി എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, എന്നെ തന്നെ പുറകെ നടക്കുന്ന ഒരു കൂട്ടം കുറച്ച് പേരുണ്ട്, ഒരു സ്ത്രീ അടങ്ങുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അവരിങ്ങനെ അവർ ചമഞ്ഞുണ്ടാക്കും. ഓരോരുത്തരുടെ വോയിസ് ക്ലിപ്സ് എടുക്കുക, അവർക്കൊരു 10 രൂപ കൊടുത്തിട്ടായിരിക്കും ഈ കിടന്നത്. കാരണം എന്നെ വിറ്റിട്ട് കാശുണ്ടാക്കുന്നുണ്ടല്ലോ, പിന്നെ പൈസ കൊടുത്താൽ എന്താ കുഴപ്പം? ഞാൻ രേണുസുതി പോകുന്ന സ്വർണ്ണക്കടത്ത് ലാസ്റ്റ് എന്താ വന്നത്? പാഡിനകത്ത് സ്വർണ്ണം കടത്ത്. ഇതിനൊക്കെ നമ്മൾ എന്താ പറയാനാ? ഇതൊന്ന് ചുമ്മാ അവിടെ ഇരിക്കുന്ന എയർപോർട്ടിൽ ഇരിക്കുന്ന ഒരു മണ്ടന്മാരാണോ? അല്ലല്ലോ, ബുദ്ധിയുള്ള ഇന്റലിജൻസ് ആയിട്ടുള്ള ഓഫീസേഴ്സ് അല്ലേ അവിടെ ഇരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ? മനുഷ്യക്കടത്താണ് എനിക്ക്. ചേച്ചി ഇപ്പം ആരോഗ്യപരമായിട്ട് ചേച്ചി ഇപ്പൊ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ ഇതുപോലെ അത് കഴിഞ്ഞൊന്ന് വന്നാൽ ഇപ്പോൾ സബ്സ്ക്രിപ്ഷനിലാണ് ചേച്ചിയുടെ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. രേണുസുതി സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, അവിടെ അവർക്ക് കണ്ടന്റ്സും തുടങ്ങി. അത് കണ്ടന്റ്സ് ഭയങ്കര കണ്ടന്റ്സ് ആണ്, ഓട്ടുന്നുണ്ടല്ലോ നന്നായിട്ട്. വന്ന് ഇവന്മാരൊക്കെ സബ് ചെയ്യുന്നവരുണ്ട്, ഇവന്മാര് പൈസ കൊടുത്തിട്ട് സബിൽ ഇരുത്തിയ പിള്ളേരുണ്ട്. സബ് ചെയ്ത് കാണുകയും ചെയ്യും, അത് ലൈവായിട്ട് പുറത്തു വിടുകയും ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു പയ്യനാ, ഒരു 10-21 വയസ്സുണ്ടോ, ട്രിവാൻഡ്രംകാരനാ, സബിലുള്ളതാ. ഭയങ്കര കാര്യം ചേച്ചിന്ന് വിളിച്ച്. പക്ഷെ എന്നാ ചേച്ചി ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സുമായിട്ട് ഇരിക്കുവാന്ന് വെച്ചാൽ, എന്നിട്ട്
അപ്പം ഇവന്മാർ കൂടിയിരിക്കുന്നു, ഫോൺ നോക്കുക ഒരു രാത്രി. അപ്പം ഇവൻ ഇപ്പുറത്ത് മാറി, എന്നാണ് ഇതിന് മാത്രം നോക്കാണ്, എന്നാണെന്ന് ചോദിച്ചു. അപ്പം നോക്കിയപ്പോൾ ചേച്ചി സബ്ബിനകത്ത് ഇടുന്ന ഫോട്ടോസ് ഇവന്മാര് ഇങ്ങനെ കണ്ടോടി. അപ്പൊ ഇവൻ ചോദിച്ചു, എടാ ചേച്ചിയുടെ സബ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇതൊരു ഗ്രൂപ്പിൽ വന്നാ, ഗ്രൂപ്പ് വഴിയൊക്കെ വരുന്നുണ്ടല്ലോ ഇത്. അപ്പം ലീക്കാക്കാൻ തന്നെ കയറിയിരിക്കുന്നവരും ഉണ്ട്. വരട്ടേന്നേ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം, രേണുസുതി മാത്രമാണോ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കിയത്? അല്ല, ഇത് മെറ്റ അവരുടെ പൈസ എടുത്തിട്ട്, ശതമാനം എടുത്തിട്ട് നമുക്ക് നിയമത്തിന് അനുസൃതമായിട്ട് തരുന്നൊരു സാധനമാണ്. യൂട്യൂബിൽ പൈസ വരുന്നില്ലേ, അതുപോലെ തന്നെയുള്ള സബ്സ്ക്രിപ്ഷൻ. ഫേസ്ബുക്കിൽ വരുന്നില്ലേ, അതാണ് അതുപോലെയുള്ള സബ്സ്ക്രിപ്ഷൻ. പിന്നെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്, പലരും എക്സ്ക്ലൂസീവ് കണ്ടന്റ്. ഇനി ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണല്ലോ ഞാൻ എന്താ ഇടുന്നത്, കാരണം എല്ലാം ലീക്കാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ഞാൻ ആൽബത്തിനകത്തൂടെ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിനകത്ത് കാണിക്കുന്നൊക്കെ തന്നെ ഇതിനകത്ത് കാണിക്കുന്നത് എന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതും നോക്കിയിരുന്ന് ആസ്വദിച്ച് പോട്ടെ, ആസ്വദിക്കണ്ട, വിട്. ഇത് കണ്ടിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് പുറത്ത് വിടുന്നത്, അതിന് എല്ലാവർക്കും കാശാണ്, റീച്ചാണ് അത്യാവശ്യം. വേറെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി പോട്ടെ, ഏതെങ്കിലും ഒരു സാധാരണ ഒരാള് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് വെച്ചു, പെണ്ണുങ്ങൾ ഒരുപാട് പേരുണ്ട്. എന്നെ കുറ്റപ്പെടുത്തിയവർ വരെ സബ് തുടങ്ങി. ഞാൻ പേര് പറയുന്നില്ല. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റോളാണ് മറിച്ചോളാണെന്ന് പറഞ്ഞവർ വരെ സബ് തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ ലീക്കാക്കുവോ? കാണാം ലീക്കാക്കുന്നത്. കുനയുടെ മാത്രം ലീക്കാക്കാൻ ഈ മണ്ടന്മാർക്ക് അറിയത്തുള്ളൂ. ഈ അത്ര നട്ടലില്ലാത്തവന്മാരാണ് ഇവന്മാർ. ആണുങ്ങളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ഇത് വലിയ സംഭവമാണ്. സംഭവന്ന് പറഞ്ഞ ലീക്കായില്ല ലൈവ്, നാക്ക് പൊട്ടി നാക്ക് കാണിച്ചെന്ന് പറഞ്ഞു അവിടെ കാണിക്കുന്നവരുണ്ടല്ലോ. അവിടെ എന്താ ലീക്കാക്കാത്തെ? അല്ലാതെ വരുന്ന ഒരു കാര്യമാണ്, രേണുസുതിക്ക് ഇപ്പം സബ്സ്ക്രിപ്ഷൻ വഴി കിട്ടുന്നത് 6 ലക്ഷത്തിൽ പല പൈസയാണ് എന്നൊക്കെ. 6 ലക്ഷം ഒന്നുമില്ല, 6 ലക്ഷം ഒന്നും ആയിട്ടുമില്ല, 6 ലക്ഷം ഇല്ല. പിന്നെ 1.5 കിട്ടും എന്തായാലും. അത് കഴിഞ്ഞ മാസം തൊട്ടാണ് കിട്ടാൻ തുടങ്ങിയത്. അത്രേ ഉള്ളൂ. അത് ഈ 6 ലക്ഷമോ 7 ലക്ഷമോ 3 ലക്ഷമോ 10 ലക്ഷമോ ഒന്നും ആയിട്ടില്ല. ദൈവം സഹായിച്ച് അത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും മേടിക്കുന്ന പോലെ തന്നെയുള്ളൂ ഇത്. എനിക്ക് കിട്ടുന്നത് ആ നിയമത്തിന് അനുസൃതമായിട്ടാണ് കിട്ടുന്നത്. അത് നല്ല എൻ്റെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിലുള്ള എല്ലാം നല്ല ആൾക്കാരാണ് കേട്ടോ. അതിനകത്ത് കുറച്ച് പേരുണ്ട് ലീക്കാക്കാൻ വേണ്ടിയുള്ളവന്മാരും, അല്ലാതെ എല്ലാം നല്ല ആൾക്കാരാണ്. ഞാൻ അവരോട് ചാറ്റ് ചെയ്യാറുണ്ട്, കാഷ്വൽ ടോക്ക് ചെയ്യാറുമുണ്ട് അവരുടെ അടുത്ത്. അവർ വിളിച്ച് സംസാരിക്കണു, അയ്യോ ചേച്ചിയാണോ, ചേച്ചി ഞങ്ങളെ വിളിച്ചോ, എന്തുകൊണ്ട് വിശേഷം, സുഖമാണോ, ഷൂട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്യുമല്ലോ. അവരെ വിളിക്കാറുമുണ്ട്. ഞാൻ അവരൊക്കെ ആയിട്ട് ഫ്രണ്ട്ലി ടോക്കായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇവർ ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ തുണി പറിച്ച് പേഴ്സണൽ മെസ്സേജ് അയക്കാനോ തുണി പറിച്ച് ലൈവിൽ കാണിക്കാനോ ഒന്നും എന്നെ കൊണ്ട് കിട്ടത്തുമില്ല, ഞാനൊട്ട് ചെയ്യത്തുമില്ല. അങ്ങനെ ചെയ്താൽ അടിച്ചു പോകും. ഇത് ഫേസ്ബുക്ക് അടിച്ചു കളഞ്ഞില്ലേ. അതുപോലെ ഞാൻ എന്ത് നോക്കി, എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പേജ് നോക്കുന്ന പിള്ളേരുണ്ട്. അവര് പറയുന്നത് ചേച്ചിയുടെ സബ്ബിൽ തന്നെ കുറെ റിപ്പോർട്ട് വരുവാ, നോക്കാം. അപ്പൊ ഇവര് മെറ്റ അത് നോക്കുമല്ലോ, ഇവര് പറയുന്ന ഒന്നും അതിനകത്ത് കാണുന്നില്ല. പിന്നെ എന്തിനാ ഈ പേജ് അടിച്ചു കളയുന്നത്? ഫേസ്ബുക്ക് അടിച്ചു കളഞ്ഞു. ഇപ്പൊ ഇതിനിട്ടാണ് പണി മുഴുവൻ. എന്തായാലും ഇതിനകത്ത് ഞാൻ എന്തായാലും നിയമത്തിന്, ഈ ഒരു നിയമത്തിന് സബ്സ്ക്രിപ്ഷനും അല്ലെങ്കിൽ മെറ്റയ്ക്കും എതിരായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പേജ് അടിച്ചു കളയാൻ ഈസി അല്ലേ. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എന്താണോ അത് നമ്മൾ എക്സ്ക്ലൂസീവ് ചെയ്യുന്നത് അത് ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് എടുത്തിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നവരല്ലേ വെറും നാണം കെട്ടവര്. അതെടുത്ത് കണ്ടിട്ട് അത് കണ്ടിട്ട് വേറെ ആരുടെയും സബ്സ്ക്രിപ്ഷൻ പുറത്ത് വിടുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം എൻ്റെ അഹാന, ആ കുട്ടിയുടെ, അഹാനയും പോട്ടെ ഇളയതല്ലേ, ഇളയ കുട്ടിയുടെ എന്തോ അൻസുബി, അതിനെതിരെ അവര് എനിക്ക് ഒന്ന് പ്രതികരിച്ചെന്ന് തോന്നുന്നു. അതാണ് പറഞ്ഞത്, ഈ ചില ആളുകളുടെ മാത്രമേ ഇവന്മാരെടുത്ത് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. അപ്പോ ഏറ്റവും കൂടുതൽ എൻ്റെ ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞിരുന്നു, ചേച്ചി ഇപ്പൊ കള്ളക്കടത്തെന്ന് പറയുന്നുണ്ട്, സ്വർണം കടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം പലരും ഈ റിയാക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ രേണുസുതിക്ക് ഇത്രമാത്രം അബ്രോഡ് പോയി ഇനോഗ്രേഷൻ ആരാ ഇത് കൊടുക്കുന്നേ, എന്തിനാ ഇവരെ വിളിക്കുന്നേ, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ശരിക്കും രേണുസുതി കള്ളക്കടത്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുന്ന അങ്ങനെ ഒരു അലിഗേഷൻ വരുന്നുണ്ട്. അപ്പൊ അതിനെ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പം ഞാൻ വിദേശത്ത് പോയി ഇനോഗ്രേഷൻ ചെയ്തത് മുഴുവൻ ബാർ റെസ്റ്റോറൻറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ? ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്. ബാർ റെസ്റ്റോറൻറ്റ് അറിയാം, നമുക്ക് മദ്യവും കഴിക്കുന്നവർക്ക് കഴിക്കാം. ഫുഡ് നല്ല അടിപൊളി നാടൻ ഫുഡുകളുമുള്ള ഹോട്ടൽസ് ആണ് ഞാൻ റെസ്റ്റോറൻറ്റ് ഇനോഗ്രേഷൻ ചെയ്യുന്നത്. ഇതേപോലെ ചില സെലിബ്രിറ്റികളൊന്നും അങ്ങനെ ഇനോഗ്രേഷൻ ചെയ്യാൻ അത് പോകത്തില്ല. ചിലവർ എനിക്ക് തോന്നുന്നില്ല ബാർ റെസ്റ്റോറൻറ്റിൽ പോകത്തില്ല. ചിലവർ എന്നെപ്പോലെ ഒരാള് അങ്ങനെ ചോദിച്ചാൽ ഞാൻ സന്തോഷത്തോടു കൂടി പോയി ഇനോഗ്രേഷൻ ചെയ്യും. അതിനാണ് ഇവർ ഈ കിടന്ന് പറയുന്നത് രേണുസുതിക്ക് അത് മാത്രമേ ഉള്ളൂ. സത്യമാണ്, ഞാൻ പോകുന്നുണ്ട്. പിന്നെ 10 ദിവസം നിൽക്കുന്നത്, ഒരു ഇനോഗ്രേഷൻ പോയവളെ 10 ദിവസമാണ് നിൽക്കുന്നത്, 15 ദിവസമാണ് നിൽക്കുന്നത്. നമ്മൾ വിസിറ്റിംഗ് വിസയിലാണല്ലോ പോകുന്നത്.
അപ്പം അവിടെ ചെന്ന് ഇനോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുറെ 9 ദിവസം 8 ദിവസം നമ്മൾ അവിടെ നിൽക്കുക. അപ്പൊ അവർക്ക് പ്രമോഷനും കൂടെ നമ്മൾ കൊടുക്കും. ഗസ്റ്റുകൾ എന്നെ കാണാൻ വരും, സംസാരിക്കും. ഒരുപാട് ഫാമിലി ആയിട്ടാണ് ആൾക്കാർ വരുന്നത് എന്നെ കാണാൻ. ഞാൻ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ റാസൽ ഗെയിമിലെ ചെമ്പരത്തി ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു പ്രായമുള്ള ഒരു ആൻറ്റി, ഒരു അമ്മയും 2 ആമക്കളും കൂടെ വരുക. അപ്പം ഇനി വഴിതെറ്റി വന്നതാണോ എന്നെ കണ്ട് അവരകത്തോട്ട് കയറി വന്ന് കെട്ടിപ്പിടിച്ച് കരയാ. മോളെ ഞാൻ മോളെ കാണാൻ തന്നെ ഇവിടെ വന്നത്, നമുക്ക് ഫുഡ് കഴിക്കാം, മോളെ ഞങ്ങളോട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. അപ്പം ഒരാൾ മരുമോൻ്റെ കൂട്ടുകാരനാണ് വന്നത്. എന്നെ കാണാൻ ആ അമ്മ വന്ന് എൻ്റെ കൂടെ ഫുഡും കഴിച്ചു. എനിക്ക് ഫുഡും മേടിച്ചത്, ഫുഡാണ് കഴിച്ചത്, കപ്പയും മീനും കഴിച്ച്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അവരെന്നെ നമ്പരും മേടിച്ച് ഞങ്ങൾ തൊട്ടടുത്ത മോള് പോകുന്നതിന് വീട്ടിലോട്ട് വരണേ, ഫുഡ് ഉണ്ടാക്കി തരാം. ഞാനൊന്നും കഴിക്കാത്തതുകൊണ്ട് ഈ മോളൊന്നും കഴിക്കുന്നില്ല. അവരെനിക്ക് കൊച്ചിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റും തന്നിട്ടാണ് അവർ പോയത്. ഫാമിലി ആയിട്ടാണ് വരുന്ന മലയാളികൾ. ഇവർ ഈ ഇവർ പറയുന്നത് ഇവരുടെ ഈ പറയുന്നവരൊക്കെ മനസ്സിൽ അവിടെ ചെന്ന് കള്ളു കുടിച്ച് തുണി പറിച്ച് ആടുകയാണ്. ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിൽ. അങ്ങനൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. പ്രമോഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല. ഗസ്റ്റുകൾ വരും, അവരവരുടെ ഫുഡ് ഓർഡർ ചെയ്യും, മദ്യപിക്കുന്നവർ മദ്യപിക്കും. അത് അവരുടെ ഇഷ്ടമാണ്. നമ്മളെ വന്ന് ഹായ് പറയും, ഹായ് രേണു, 2 ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും, പോകും. ഇതല്ലാതെ ഇവർ പറയുന്ന പേക്കൂത്തൊന്നും അവിടെ നടക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ പോയതിന്റെ പിറ്റേ ദിവസം വന്നതിന്റെ അന്ന് അടുത്ത പോയത് പ്രമോഷൻ ചെയ്യാൻ പോയ റിയാസ് ഖാൻ ഇക്കയാണ്. ആക്ടർ റിയാസ് ഖാനാണ്. അദ്ദേഹമാണ് ഇപ്പൊ പ്രമോഷൻ ചെയ്യുന്നത് അവിടെ. അദ്ദേഹം 10-12 ദിവസത്തിന് അവിടെ ഉണ്ട് ഈ ചെമ്പരത്തിയിൽ. അതുപോലെ ഞാൻ പ്രമോഷൻ ചെയ്ത ദുബായിലെ പാപ്പിലോൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഞാൻ പോന്നു കഴിഞ്ഞിട്ട് നമ്മുടെ കൈലേഷാണ്. കൈലേഷില്ലേ, ആക്ടർ കൈലേഷ്, അതിനുശേഷം റിയാസ് ഖാനിക്ക, അതുപോലെ നമ്മുടെ രമ്യ പണിക്കർ, ഇവരൊക്കെ പോകുന്നതാണ്. അപ്പൊ ഞാൻ പോയാലേ ഉള്ളു പ്രശ്നം ഇവർക്കൊക്കെ. ഞാൻ പോകുന്നത് ഇതിനാണ്, ഞാൻ പോകുന്നത് ആണുങ്ങളെ പിടിക്കാനാണ്. ഒരുത്തിയുടെ വോയിസ് ഞാൻ ഒരു ദിവസം ലക്ഷങ്ങളാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ലക്ഷങ്ങളൊന്നും മേടിക്കുന്ന പോലും ഇല്ല. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ ലക്ഷങ്ങളൊന്നും മേടിക്കുന്നില്ല. ഈ തരുന്നവർക്ക് പറയാൻ ഞാൻ എന്തുവാ ഞാൻ മേടിക്കുന്നത് ഇനോഗ്രേഷന്. ഞാൻ മേടിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ഈ അതിര് കവിഞ്ഞുള്ളതൊന്നും നമ്മൾ മേടിക്കത്തില്ല. നമുക്ക് ദൈവം തരുന്നുമുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ എനിക്കിപ്പോൾ അസുഖം വന്ന് ഞാൻ കിടപ്പിലായാലും എനിക്കൊരു മനസ്സുണ്ടെങ്കിൽ ആ മനസ്സനുസരിച്ച് ദൈവം എനിക്ക് കൊണ്ടു തരുന്നവർ കൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ കമൻറ്റ്, ഇവിടെ ഇനി പിരിവ് തുടങ്ങി, ഞാൻ ആരെയും പിരിക്കത്തില്ല. ഇനിയിപ്പോൾ അസുഖം ഉണ്ടെങ്കിൽ തന്നെ ചികിത്സ കിട്ടാതെ മരിച്ചു പോയാൽ മരിച്ചു. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും കാണും എന്നെ കൈപിടിച്ച് ഉയർത്താൻ. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ എപ്പോഴും ഓർക്കും, അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് എല്ലാ മനുഷ്യരും ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ കൈവിടത്തില്ലായിരിക്കും ദൈവം. കൈവിടത്തില്ലാതെ കുറച്ച് നല്ല മനുഷ്യർ എൻ്റെ കൂടെ കാണും എന്ന് വിശ്വസിക്കും. ഇല്ലെങ്കിൽ ഇല്ല, പോയി തീർന്നു, അത്രേ ഉള്ളൂ. മനുഷ്യരല്ലേ. മനുഷ്യനിപ്പോൾ ഈ അസുഖം ഇല്ലേലും നമ്മളല്ലേ, ഉണ്ടേലും നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വീണ് മരിക്കാവുന്നതേ ഉള്ളൂ മനുഷ്യൻ. മനുഷ്യന്റെ ആയുസ് അത്ര. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ അഹങ്കരിക്കാനും ഈ കുറ്റം പറയാൻ. ഇപ്പോ ചേച്ചിയുടെ അടുത്ത യാത്രകളൊക്കെ ശരിയായി? ഞാൻ ഉടനെ ഒന്ന് ബഹറിനൊന്ന് പോകണം. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ നമ്മൾ ഇനോഗ്രേഷനോ പ്രമോഷനോ പോവുകയാണെങ്കിൽ അത് അന്നേരം കൊട്ടിഘോഷിച്ച് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. കമന്റ് മീഡിയക്കാർ വരുന്നത്. സത്യം പറഞ്ഞാൽ മീഡിയക്കാർ പറഞ്ഞത് അവർ പോസ്റ്റർ ഉള്ളതുകൊണ്ടാണ് വരുന്നത്. പോസ്റ്റർ ഇന്ന ദിവസം പോകുന്നത് പോസ്റ്റർ ഉള്ളതുകൊണ്ട് അവർ. പക്ഷെ ഞാനിപ്പോൾ പോകുന്നത് പെരുന്നാളിനോടനുബന്ധിച്ചൊന്ന് പോകണം. എനിക്ക് ജസ്റ്റ് ഒന്ന് പോകണം. ഒരു ഫംഗ്ഷൻ, ഒരു ഫാമിലി ഫംഗ്ഷനാണ് ഞാൻ പോകുന്നത്. പോവുകയാണെങ്കിൽ ഞാൻ ഉടനെ പോവും. പോയിട്ട് ഒരു 10-12 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. ഇത് ഞാൻ ആരെ അറിയിക്കാതെ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. എന്തിനാ ഇത് പറഞ്ഞിട്ട് ഇനി നാളെ സ്വർണ്ണക്കടത്തിന് പോയത്, മറ്റേ കടത്തിന് പോയത്, എന്തിനാ അതൊക്കെ? ഒരുപാട് സെലിബ്രിറ്റികൾ വിദേശത്ത് പോകാറില്ലേ? അത് ഉറപ്പായിട്ടും. അപ്പൊ അവർക്കൊന്നും ഇല്ലാത്ത വിഷയം രേണു സുധി പോയാലേ ഉള്ളു വിഷയം. അതുകൊണ്ട് ഞാനിപ്പോൾ പോവുകയാണെങ്കിൽ, ഞാൻ ഉറപ്പിച്ചിട്ടില്ല, പോവുകയാണെങ്കിൽ തന്നെ ദയവേത് ഞാൻ ആരെയും ഒന്നും അറിയിക്കാതെ ഞാൻ പോയിട്ട് എന്താണ് വന്നത്. റീലും കാര്യങ്ങളും സെൽഫിയൊക്കെ അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ എന്താ ചെയ്യുന്നത്. ഇപ്പോ വർക്കിനായിട്ട് ഒരുപാട് കോളുകളും കാര്യങ്ങളും വർക്കൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ടോ ഈ സമയം? ഞാൻ പറഞ്ഞില്ല, ഒരു മാസം ഫുള്ള് എനിക്ക് തിരക്കായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഈ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആർക്കും എനിക്ക് വന്ന് വർക്ക് കുറവാണ്. ഇനോഗ്രേഷൻസ് ഒക്കെ കുറവാണ്. എന്തായാലും കരിഷ്മയ്ക്ക് കോള് വരുന്നുണ്ട്, മാനേജർ കോള് വരുന്നുണ്ട്. ഈ ലാസ്റ്റ് ആൽബത്തിന്റെ ഷൂട്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞത്? ആൽബം അല്ലടാ, ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. ഇപ്പൊ ഈ പറയുന്ന കേട്ടു ഈ ഷോർട്ട് ഫിലിം ആൽബം എന്തോ തന്നെയാണ് ക്യാൻസർ ബന്ധപ്പെട്ട ഒരു. സത്യം പറഞ്ഞാൽ ഈ ഒരു അലിഗേഷൻസ് വന്നപ്പോ ഉണ്ടാക്കിയതല്ല. ഈ ഒരു RJ ലച്ചു എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ടർ, അവര് 2 മാസം മുന്നേ ആണ് ഈ കഥ കേൾക്കുന്നത്. സുറുമി എന്ന് പറയുന്നൊരു ഫ്രണ്ട് എഴുതിയ കഥയാണ്. ഈ അലിഗേഷൻസ് നടക്കുന്ന ഈ 2-3 ദിവസമല്ലേ ആയോ? ഇത് നേരത്തെ എഴുതി വെച്ച കഥയായിരുന്നു. പക്ഷെ അത് എങ്ങനെയോ അത് ബന്ധപ്പെട്ടു കണക്ട് ചെയ്തിട്ട് അത് ഭയങ്കര അത്ഭുതമായിപ്പോയി നമുക്ക്. അതിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞോ? അതിന്റെ ഷൂട്ട് കഴിഞ്ഞു, നല്ല രീതിയിൽ കഴിഞ്ഞു. നല്ല ഒരു ഫാമിലി സ്റ്റോറിയാണ്. വൈകി വന്ന വാലിന്റെ, അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രണയവും, അല്ലെങ്കിൽ അവൾക്കെന്നും അവൻ അടുത്ത് വേണം, ഒരു ഭാര്യയ്ക്ക് എന്നും ഭർത്താവ് അടുത്ത് വേണം, അതിനു വേണ്ടിയിട്ട് ഒപ്പിക്കുന്ന ഓരോ അസുഖമെന്ന് പറയുന്ന കള്ളത്തരങ്ങളും,
അവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പിന്നെ ലാസ്റ്റ് ഇങ്ങനെ അങ്ങ് പോകുന്ന ആ നഷ്ടപ്രണയവും കാര്യങ്ങളും നല്ല രസമായിട്ട് പോകുന്നത്. നന്നായിട്ട് പോയി ഉടനെ കാണും. കിസ്മത്ത് വിഷനിലൂടെയാണത്. ആർജെ ലച്ചുവാണ് ഡയറക്ടർ.